ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചസ് കോക്ടെയിൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. രാഗി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. രാഗിയുടെ ഇഡ്ഡലിയും അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ കോമ്പിനേഷനായിട്ടുള്ള ഒരു അടിപൊളി സാമ്പാറും പിന്നെ ഒരു അടിപൊളി ചട്നീൻ്റെ റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രാഗി ഇഡ്ഡലി ഉണ്ടാക്കുന്നതിൽ ഞാൻ ചോറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ചോറിന് പകരം ഞാനിവിടെ അവിലാണ് ചേർക്കുന്നത്. അപ്പോൾ വേഗം നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇഡ്ഡലിക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര ഗ്ലാസ് ഉഴുന്ന് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കാൻ പോവാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് വേണം ഇത് കഴുകിയിട്ട് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ഉച്ചയ്ക്കാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. പിന്നെ രാത്രി അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നന്നായിട്ട് കഴുകി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു പാത്രത്തിലോട്ട് 4 ടേബിൾ സ്പൂൺ അവിൽ ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് കുതിർക്കാൻ വെക്കണം കേട്ടോ. അതും തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. ഈ ഉഴുന്ന് വെള്ളത്തിലിട്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഈ അവിലും വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ആ അവിലൊക്കെ ഒന്ന് മുങ്ങിക്കെടുക്കുന്ന രൂപത്തിലൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് രാത്രിയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിട്ടുള്ള ഉഴുന്നും ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള അവിലും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഒരു നല്ലൊരു പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ഒന്ന് അവിൻ്റെയും ആ ഉഴുന്നിട്ടൊക്കെ മുകളിൽ നിൽക്കുന്ന ആ രൂപത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാനിനി അര ഗ്ലാസ് ഉഴുന്നക്ക് 1 ഗ്ലാസ് രാഗിപ്പൊടി, അതാണ് കേട്ടോ ഞാൻ കണക്കെടുത്തിട്ടുള്ളത്. അര ഗ്ലാസ് ഉഴുന്നക്ക് 1 ഗ്ലാസ് രാഗിപ്പൊടിയും അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ അവിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇഡ്ഡലീൻ്റെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ, ആ രൂപത്തിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമ്മുടെ മാവിന് വേണ്ടത്. അപ്പോൾ ഇഡ്ഡലീൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്ക് രാവിലെ ഇഡ്ഡലി ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ രാഗിയുടെ ബെനിഫിറ്റ്സൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡാണ് രാഗി. രാഗി വെച്ച് എന്തെങ്കിലുമൊക്കെ എങ്ങനെയും നമുക്ക് രാഗി കഴിക്കാം. ജ്യൂസായിട്ടും അതുപോലെ തന്നെ നമുക്ക് രാഗി കാച്ചിട്ടൊക്കെ കുടിക്കാം. ഇനി നമുക്ക് ഇപ്പോൾ രാവിലെ ആയപ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടോ. പറയുമ്പോൾ നമ്മൾ ഇതിലൊന്നും ചോറൊന്നും ചേർത്തിട്ടില്ല. ചോറിന് പകരം അവിലാണ് ചേർത്തിട്ടുള്ളത്. അത് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചുടാൻ സമയത്ത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, നന്നായിട്ട് കട്ടിയായി തന്നെ ഇഡ്ഡലിയുടെ മാവിൻ്റെ രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇഡ്ഡലി ചുട്ടെടുക്കുന്ന പോലെ നമുക്ക് ഇഡ്ഡലി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തുകൊണ്ടും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണിത്. അപ്പോൾ രാഗിയൊന്നും പിള്ളേർക്കൊന്നും വലിയ ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ ഇഡ്ഡലിയൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. ഈ മാവിൻ്റെ തന്നെ നമുക്ക് ദോശയും ചുട്ടെടുക്കാം, അതുപോലെ തന്നെ ഊത്തപ്പം ചുട്ടെടുക്കാം. എന്തും നമുക്ക് പലതരം ഈ ഒരൊറ്റ മാവുകൊണ്ട് നമുക്ക് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊരു ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇഡ്ഡലിയൊക്കെ ഒന്ന് വെന്തോ നോക്കാം. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളി ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തടിയൊക്കെ കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലതാണ്. നമ്മൾ ചോറൊന്നും ചേർത്തിട്ടില്ല, ചോറിന് പകരം അവിലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അവർക്കൊക്കെ തടി കുറക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്തുകൊണ്ടും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത്. പിന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല കല്ല് പോലെ നല്ല സോഫ്റ്റാണ്. അതിനും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനും തന്നെ. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഒരു അടിപൊളി സാമ്പാർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലോട്ട് ഒരു അര കപ്പ് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളുടെ സാമ്പാർ പരിപ്പുണ്ടല്ലോ, അതാണ് ചേർക്കുന്നത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം, കുറച്ച് ഉപ്പും, ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഈ പരിപ്പൊന്ന് ആദ്യം വേവിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു 2-3 വിസിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വേവാൻ വേണ്ടിയിട്ട് ഒരു 3 വിസിലോളം
ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ സെയിം കുക്കർ തന്നെ പരിപ്പ് മാറ്റിയിട്ട് ഞാൻ കുക്കർ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു 5-6 വെളുത്തുള്ളിയുടെ അല്ലിയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ തക്കാളിയാണ് ചേർത്തെടുക്കുന്നത്. ഞാൻ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി എടുത്തത് നന്നായിട്ടൊന്ന് ഇത് സവാളയും തക്കാളിയും ഈ മറ്റേ വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണ്ട കേട്ടോ. തവി വെച്ചിട്ടൊന്ന് അടച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ, ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള കഷ്ണങ്ങളാണ് ഇട്ടിട്ടുള്ളത്. മുരിങ്ങാക്കൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ മുരിങ്ങക്കായൊന്നും ഇട്ടിട്ടില്ല. ഉരുളക്കിഴങ്ങും അങ്ങനത്തെ കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ ചേർത്തെടുത്തിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് ഞാൻ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആ പച്ചക്കറിയിലോട്ടുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് കേട്ടോ. സാമ്പാർ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ആ പുളി വെള്ളം കൂടി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്ക് ഈ പച്ചക്കറി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ 1 കപ്പോളം വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് പച്ചക്കറി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ് കേട്ടോ അത്. ഇഡ്ഡലിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ വിസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറിയൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ സാമ്പാർ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു അടിപൊളി സാമ്പാറാണ്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ചും കൂടി ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ചൊന്ന് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക നമ്മൾ ആ പച്ചക്കറിയുടെ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസി പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഞാൻ സാമ്പാറിലോട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ സെയിം പാനിൽ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് സാമ്പാറിലോട്ട് ഒഴിച്ചെടുക്കാം. ഇനി ആ സെയിം പാനിൽ തന്നെ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ സാമ്പാർ പൊടി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കുമ്പോൾ 1/2 ടീസ്പൂൺ സാമ്പാർ പൊടി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് സാമ്പാർ പൊടി ഇങ്ങനെ വെളിച്ചെണ്ണയിൽ വറുത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ 2 ചെറിയ കഷ്ണം കായത്തിൻ്റെ കഷ്ണം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കായപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല, കായപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതും കൂടി ഞാൻ സാമ്പാറിലോട്ട് ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മൾ അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സാമ്പാർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ സാമ്പാർ പൊടിയും കൂടി നമ്മൾ ചേർത്തതിന് ശേഷം ലാസ്റ്റ് നന്നായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലിയിലോട്ടുള്ള ഒരു അടിപൊളി ചട്നി ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചട്നിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലോട്ട് ഒരു ചെറിയ കഷ്ണം കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി സവാളയിലോട്ട് നമുക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഒരു 1/2 കഷ്ണം തക്കാളി, ഞാൻ വലിയ തക്കാളിയുടെ ഒരു 1/2 കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 3 വറ്റൽമുളക്. ഇപ്പോൾ എൻ്റെ ഈ വറ്റൽമുളക് നല്ല എരിവുള്ള മുളകായിരുന്നു, അതുകൊണ്ട് ഞാൻ 3 ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ കാശ്മീരി മുളകൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു കളറും കിട്ടും. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് 1-2 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. ഈ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ട് ആ തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ അത്രയും വഴറ്റെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഉപ്പ് ചേർത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ആ സെയിം പാൻ തന്നെ, നമ്മൾ ഉള്ളി വഴറ്റിയ പാൻ ഉണ്ടല്ലോ, ആ സെയിം പാൻ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അതിലോട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ജീരകം, നമ്മൾ ചെറിയ ജീരകം ഉണ്ടല്ലോ അതാണ് ചേർക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഉഴുന്നൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, ഉള്ളിയുടെയും തക്കാളിയുടെയും അരപ്പ്, അത് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മൾ അടിപൊളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചട്നിയാണ്. ഇപ്പോൾ നിങ്ങൾ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന, റാഗി ഇഡ്ഡലിയുടെ ദോശയുടെ കൂടെ മാത്രമല്ല, നമ്മൾ സാധാ ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചട്നീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളം ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഇന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ ഞാനിന്നിവിടെ ഷെയർ ചെയ്തിട്ടത്. അപ്പോൾ രാഗിയുടെ ബെനിഫിറ്റ്സൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ രാഗി നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ രാഗി പല വിധത്തിൽ നമുക്ക് കഴിക്കാം, പല രൂപത്തിലാക്കിയിട്ട് കഴിക്കാം. ഇനി ദോശ ഉണ്ടാക്കി കഴിക്കാം, ഇഡ്ഡലി ഉണ്ടാക്കി കഴിക്കാം, അതുപോലെ തന്നെ രാഗിയുടെ കുറുക്ക് ഉണ്ടാക്കി കഴിക്കാം, രാഗി ഷേക്ക് ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ പല രൂപത്തിൽ നമുക്ക് രാഗി കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്.